കരുവന്നൂർ കണ്ടല സഹകരണ ബാങ്ക് കള്ളപ്പണ ഇടപാട് കേസിലെ 3 പ്രതികൾക്ക് ജാമ്യം. കരുവന്നൂർ കേസിലെ പ്രതികളായ പി സതീഷ് കുമാർ, പി കിരൺ എന്നിവർക്കും കണ്ടല സഹകരണ ബാങ്ക് കേസിലെ പ്രധാന പ്രതി എൻ ഭാസുരാംഗന്റെ മകൻ അഖിൽജിത്തിനുമാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. വിവരങ്ങളുമായി ഷപ്ന സിയ ചേർന്നു. ഷപ്ന, പ്രതികൾ ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ്. ഏത് സാഹചര്യത്തിലാണ് ഇവർക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്? ലക്ഷ്മി, ഈ കണ്ടല സഹകരണ ബാങ്ക് കള്ളപ്പണ ഇടപാട്, അതുപോലെ കരുവന്നൂർ സഹകരണ ബാങ്കിലെ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട 3 പ്രതികൾക്കാണ് ഇപ്പോൾ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. ഈ പ്രതികൾ 1.5 വർഷത്തിലധികമായി ജയിലിൽ കഴിയുകയാണ് എന്ന കാരണം ചൂണ്ടിക്കാണിച്ചാണ് കോടതി ജാമ്യം അനുവദിച്ചത്. ED ആണ് ഇതിൽ കേസ് രജിസ്റ്റർ ചെയ്തത്. ഇവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയത്. EDയുടെ കേസിൽ ഇതുമായി ബന്ധപ്പെട്ട വിചാരണ നടപടികൾ ആരംഭിക്കുകയോ ഈ കേസിന്റെ അന്തിമ തീർപ്പിലേക്ക് എത്തുകയോ ചെയ്തിട്ടില്ല. ഈ സാഹചര്യത്തിൽ വിചാരണ തടവുകാരായി ജയിലിൽ കഴിയുന്നത് പരിഗണിച്ചാണ് കോടതി ജാമ്യം അനുവദിച്ചത്. കരുവന്നൂർ കേസിലെ പി സതീഷ് കുമാർ, പി കിരൺ ഇവർ മുഖ്യ പ്രതികളാണ്. ഇവർക്ക് 2 പേർക്കും ജാമ്യം അനുവദിച്ചു. അതോടൊപ്പം തന്നെ കണ്ടല സഹകരണ ബാങ്കിലെ പ്രധാന പ്രതിയായിരുന്ന എൻ ഭാസുരാംഗന്റെ മകൻ അഖിൽജിത്തിനും ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. ഭാസുരാംഗന് നേരത്തെ കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. ചികിത്സാർത്ഥമായിരുന്നു ജാമ്യം അനുവദിച്ചത്. അതിനുശേഷമാണ് മകൻ അഖിൽജിത്തിന് ഇന്നിപ്പോൾ കോടതി ജാമ്യം അനുവദിച്ചത്. ഷപ്ന സിയാദാണ് വിവരങ്ങൾ പങ്കുവച്ചത് ലീഗൽ ഡെസ്കിൽ നിന്ന്.